വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനിത ദേശായി എഴുതിയിട്ടുള്ള ക്ലിയർ ലൈറ്റ് ഓഫ് എ ഡേ എന്ന നോവലാണ്. അനിത ദേശായി ഒരു ഇന്ത്യൻ നോവലിസ്റ്റാണ്. അവരുടെ ഫസ്റ്റ് നോവലായിട്ടുള്ള ക്രൈ ദ പീക്കോക്ക് എന്ന നോവലിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ വിമൻ അനുഭവിക്കുന്ന സപ്രഷനും ഒപ്രഷനും ഒക്കെയാണ്. അവർ 3 തവണ ബുക്കർ പ്രൈസ് അവാർഡിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അവരുടെ മറ്റൊരു നോവലായിട്ടുള്ള ഫയർ ഓൺ ദ മൗണ്ടെയിൻ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ മോസ്റ്റ് സക്സസ്ഫുൾ വർക്കായിട്ടുള്ള ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ദാസ് ഫാമിലിയിലെ 4 സിബിലിങ്സിനെയാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. ബിംല ദാസ് എന്ന് പറയുന്ന ബിം എൽഡർ സിസ്റ്ററാണ്. പിന്നുള്ളത് താര യങ്ങർ സിസ്റ്റർ, രാജ ബ്രദറാണ്, ബാബ ദാസ് ഫാമിലിയിലെ യങ്ങസ്റ്റ് സിബിലിംഗ് ആണ്, ഓട്ടിസ്റ്റിക് പേഴ്സൺ ആണ്. അടുത്ത ക്യാരക്ടർ താരയുടെ ഹസ്ബൻഡ് ബഗുൽ. ഈ നോവലിൽ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് ദാസ് ഫാമിലിയാണ്. അതുപോലെ തന്നെ വേറൊരു ഫാമിലിയും വരുന്നുണ്ട്, ഹൈദർ അലീൻ്റെ ഫാമിലി. ഹൈദർ അലി ഒരു വെൽത്തി മുസ്ലിം ലാൻഡ് ലോർഡാണ്. പിന്നെ ഒരു ക്യാരക്ടർ ഡോക്ടർ ബിസ്വാസ്. അത്രയും ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്. നോവലിലേക്ക് പോകുന്നതിന് മുൻപായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഫ്ലാഷ് ബാക്ക് മോഡലിലാണ് സ്റ്റോറി പോകുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ ദാസ് ഫാമിലിയുടെ ഇപ്പോഴുള്ള അതായത് പ്രസൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശേഷം നേരെ അവരുടെ കുട്ടിക്കാലത്തിലേക്കും അതുപോലെ തന്നെ യങ്ങർ ഏജിലേക്കൊക്കെ പോകുന്നുണ്ട്. ശേഷം വീണ്ടും പ്രസൻറ്റിലേക്ക് വരുന്നു. ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പാർട്സ് ഡിസ്കസ് ചെയ്യുന്നത് 1980s കാലഘട്ടമാണ്. പാർട്ട് 2 and 3 അതായത് മിഡിൽ 2 പാർട്സ് ഡിസ്കസ് ചെയ്യുന്നത് ഈ സിബിലിങ്സിൻ്റെ ചൈൽഡ്ഹുഡ് കാലഘട്ടമാണ്. അതായത് 1930s ആൻഡ് 1940s. ഫസ്റ്റത്തെ പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് 1980s ആണ്. സെക്കൻഡ് പാർട്ട് 1930s ആൻഡ് തേർഡ് പാർട്ട് 1914 ആൻഡ് ലാസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് വീണ്ടും പ്രസൻറ്റിലേക്ക് വരികയാണ് 1918. ഈ നോവൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത് ദാസ് സിബിലിങ്സിൻ്റെ ഇടയിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. നമുക്ക് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഓർഡറിൽ തന്നെ പറഞ്ഞു പോകാം. അതായത് 1930s 1940s ആൻഡ് 1980s ഇങ്ങനെ അവരുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ച് നമുക്ക് പറഞ്ഞു പോകാം. മിസ്സിസ് ദാസ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്ക് തൻ്റെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടിയൊന്നും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ആകെ ഒരു കാർഡ് ഗെയിമിനോടൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും താല്പര്യമില്ല. അതിനാൽ തന്നെ അവരുടെ കസിനായിട്ടുള്ള മിറ ഒരു പുവർ വിഡോ ആണ്. അവരെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. മിറയാണ് ഈ 4 സിബിലിങ്സിനെയും നോക്കി വളർത്തിയിട്ടുണ്ടായിരുന്നത്. രാജയും ബിമ്മും കുറച്ചും കൂടി സ്ട്രോങ് ആണ്. എന്നാൽ താര കുറച്ചും കൂടി വീക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. താരയാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് മിറയോട് കാണിക്കുന്നത്. ഇങ്ങനെ അവരുടെ കുട്ടിക്കാലമൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നീട് പറയുന്നത് 1947 ആണ്. ദാസ് ഫാമിലി ജീവിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ആ സമയം 1947 സമയത്തൊക്കെ നല്ല രൂക്ഷമായിട്ട് ഹിന്ദു മുസ്ലിം പ്രക്ഷോഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം രാജ ഭയങ്കര ടെൻഷനാണ്. അവരുടെ ലാൻഡ് ലോർഡായിട്ടുള്ള ഹൈദർ അലിയും അവരുടെ ഫാമിലിയൊക്കെ പറ്റി ആലോചിച്ചിട്ട് രാജ ഉറുദു പോയട്രിയിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഹൈദർ അലി. ഇവർ തമ്മിൽ കോൺവേഴ്സേഷനൊക്കെ നടക്കുന്നുണ്ട്. ഹൈദർ അലിക്ക് മനസ്സിലായിട്ടുണ്ട് രാജയ്ക്ക് ഉറുദു പോയട്രിയിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ. പക്ഷേ രാജയുടെ ഫാദറിന് ഇതിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം ഇവരുടെ ഇടയിലുള്ള റിലീജിയസ് ടെൻഷൻ മൂലം. ഈ സമയത്താണ് മിസ്സിസ് ദാസ് കോമയിലാവുന്നതും ആൻഡ് മിറ ഒരു ആൽക്കഹോളിക് അഡിക്റ്റായി മാറുന്നതും. അവരുടെ അച്ഛനൊരു കാർ അപകടത്തിൽ മരിക്കുന്നു. അവരുടെ ഒരു കുട്ടിക്കാലത്ത് തന്നെ അവർക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും നോക്കാൻ വന്നിട്ടുള്ള ആൻറ്റിനെ നഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനെയും അമ്മയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ബിമ്മാണ് പിന്നെ ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ബിം രാജനെയും ബാബനെയും ആൻഡ് മിറനെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫാമിലി ടെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ ബിസ്വാസിന്റെ എൻട്രി. ആൻഡ് മിറനെ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു. അയാൾ ബിമ്മിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ സമയത്ത് താര ബഗുലിനെ മാരി ചെയ്യുന്നു. അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. താരക്ക് ആ ഫാമിലിയായിട്ട് ഇമോഷണൽ ബോണ്ടൊക്കെ കുറവാണ്. അതിനാൽ തന്നെ അവിടുന്ന് എസ്കേപ്പ് ആവണം എന്നൊരു മനോഭാവമായിരുന്നു. താര ബഗുലിനെ വിവാഹം കഴിച്ച പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുന്നു. ഹൈദർ അലിയുടെ ഫാമിലി ഹൈദരാബാദിൽ സെറ്റിൽ ആവുന്നുണ്ട്. ഈ സമയത്ത് മിറയും മരിക്കുന്നുണ്ട്. രാജ ഡൽഹിയിൽ നിന്ന് ഹൈദർ അലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 1930s ആൻഡ് 40s ടൈമിൽ നടക്കുന്നത്. അതായത് ഇവരുടെ കുട്ടിക്കാലത്ത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവരുടെ പ്രസൻറ്റത്തെ കാര്യങ്ങളാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അനിത ദേശായി ഇതൊരു കറക്റ്റ് ഓർഡറിലല്ല പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡറിൽ പറയുന്നത്. പ്രസൻറ്റിൽ താര ബിമ്മിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ US സെറ്റിലായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഇപ്പം തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് രാജയുടെ മകളുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. താരയും ബിമ്മും അവരുടെ ചൈൽഡ്ഹുഡ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ബിമ്മും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവളൊരു ഹിസ്റ്ററി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അവളാണ് ഓട്ടിസം ബാധിച്ചിട്ടുള്ള ബാബയുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നത്. താരയും രാജയും അതിനെപ്പറ്റിയൊന്നും ബോധേഡല്ലായിരുന്നു.
ശേഷം ബിം താരയ്ക്കൊരു ലെറ്റർ കാണിച്ചു കൊടുക്കുന്നുണ്ട്, രാജ എഴുതിയിട്ടുള്ളത്. രാജ ഹൈദർ അലിയുടെ മകളായിട്ടുള്ള ബനസീറിനെ കല്യാണം കഴിക്കുന്നുണ്ട്. ഹൈദർ അലിയുടെ സ്വത്തുക്കളൊക്കെ രാജ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഡൽഹിയിലുള്ള വീടൊക്കെ ഇപ്പോൾ രാജയുടെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. ആ ലെറ്ററിൽ പറയുന്നത് വീട് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ റെൻറ്റ് റേസ് ചെയ്യാനോ ഒന്നും പാടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ലെറ്റർ കിട്ടിയതിനു ശേഷം ബിം രാജയോട് സംസാരിച്ചിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് സംസാരമൊന്നും ഇല്ലായിരുന്നു. ബിം പറയുന്നുണ്ട് അവളെന്തായാലും രാജയുടെ മകളുടെ വിവാഹത്തിന് വരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ. താര ബിമ്മിനെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ബിം കൺവിൻസ് ആവുന്നില്ല. ബിം കരുതുന്നത് താരയും രാജയൊക്കെ നല്ല ലക്ഷറിയസ് ലൈഫാണ് ലിവ് ചെയ്യുന്നത്. പക്ഷേ ബിം ആണെങ്കിലോ, ബിം അവളുടെ ലൈഫിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ബാബനെ നോക്കണം, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരിക്കലും ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ലൈഫ് പോലെയാണ് ബിമ്മിന്. സഹോദരങ്ങൾ ആരും ടേക്ക് കെയർ ചെയ്യുന്നില്ല. താര അവളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബഗുലിനെ വിവാഹം കഴിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആയതിലും രാജേനെയും ബാബനെയും ഒന്നും നോക്കാതെ അവൾ സ്വന്തം കാര്യം നോക്കി പോയതിനൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. ശേഷം അവർ രാജയുടെ മകളുടെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫൈനലി ബിം താരയോട് പറയുന്നുണ്ട് രാജനെ തിരിച്ച് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും അവളെല്ലാവരോടും ക്ഷമിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.